8ാം ക്ലാസ്സിലെത്തി. ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, കോൺഫിഡൻസ് ഇല്ല, നീ ഒന്നും ഒരു കാലത്തും നന്നാവില്ല. എവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി? കുട്ടിയുടെ മനസ്സിൽ, കുട്ടിയുടെ ഉപബോധ മനസ്സിലെത്തി. 8ാം ക്ലാസ് കഴിഞ്ഞു, 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സിലെത്തി, SSLC ആണ്. അവൻ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയോ? പറ്റിയില്ല. എന്താ കാരണം? നീ ഒന്നും ഒരു കാലത്തും നന്നാകില്ല, അഥവാ എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന ചിന്ത കുട്ടിയുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പതിഞ്ഞു. +2 ആയി. അവൻ വിചാരിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റിയോ? പറ്റിയില്ല. +2 അവന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയോ? പറ്റിയില്ല. ഡിഗ്രി, അവന്റെ മനസ്സിൽ അതേ ചിന്ത തന്നെ. കാരണം എന്താ? എപ്പോഴും അവന്റെ മനസ്സിൽ കോൺഫിഡൻസ് ഇല്ല, ആത്മവിശ്വാസമില്ല. ഞാൻ ഓക്കെ അല്ല, എനിക്ക് സക്സസ് ആവാൻ പറ്റൂല. +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ PG, ഇതൊന്നും അവൻ വിചാരിച്ച പോലെയല്ല നടക്കുന്നത്. അവൻ വിചാരിച്ച കോഴ്സുകളല്ല എടുക്കുന്നത്. കാരണം എന്താണ്? എങ്ങനെങ്കിലും പഠിക്കുകയാണ് അവൻ. അത് കഴിഞ്ഞ് ഒരു പക്ഷേ ഒരു ജോലി കിട്ടി, സക്സസ് ആയില്ല. അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങി, സക്സസ് ആയില്ല. എന്താ കാരണം? നീ ഒന്നും ഒരു കാലത്തും നന്നാകില്ല. അവന്റെ വയസ്സ് ഇന്ന് 30ഓ 35ഓ വയസ്സായിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞു, മക്കളുണ്ട്. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പൊട്ടിപ്പോവുകയാണ്. ഉപബോധ തലത്തിൽ നിന്നുള്ള മന്ത്രം എന്താണ്? നീയൊന്നും ഒരു കാലത്തും നന്നാകില്ല. വയസ്സിന് 40ഓ 45ഓ വയസ്സായിട്ടുണ്ട്. ദയനീയമായ പരാജയം അവന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിഞ്ചായി അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിഞ്ചായി തന്റെ മകനെ ആര് കൊന്നുകൊണ്ടിരിക്കുന്നു? അമ്മ കൊന്നുകൊണ്ടിരിക്കുന്നു. ശാപവാക്കുകൾ എന്നാൽ ഏറ്റവും അപകടമുള്ളതാണ്. ഒരു മനുഷ്യനെ കൊല്ലുന്നതാണ്.